നമസ്കാരം. കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഒരു ഗംഭീര വാർത്തയുണ്ട്. ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ സന്തോഷിക്കാൻ വക നൽകുന്ന കുറെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, സംഭവം സത്യമാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശമ്പളം കൂട്ടാനുള്ള തീരുമാനത്തിന് അംഗീകാരമായിരിക്കുന്നു. ഇത് ഈ പദ്ധതിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ശരിക്കും ഒരു വലിയ ആശ്വാസമാണ്. അപ്പോ ശമ്പളം കൂടുന്നു എന്നത് മാത്രമല്ല കാര്യം, അല്ലേ? പദ്ധതിയുടെ ഘടനയിലും തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിലും കാര്യമായ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സത്യം പറഞ്ഞാല് 2021 മുതലേ ശമ്പളത്തില് ഒരു മാറ്റവും ഇല്ലാതിരുന്ന ജീവനക്കാർക്ക് ഇതൊരു ലോട്ടറി അടിച്ചു പോലെയാണ്. മിഷൻ ഡയറക്ടർ മുന്നോട്ട് വെച്ച ഒരു ശുപാർശയാണ് ഗവൺമെന്റ് ഇപ്പോൾ ഓക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ CITU പോലെയുള്ള സംഘടനകളും ഇതിനുവേണ്ടി നല്ലോണം പ്രഷർ ചെയ്തിരുന്നു. അപ്പോ എല്ലാവരും കാത്തിരിക്കുന്നത് ഇനിയാണല്ലേ? ആ കണക്കുകൾ, ഓരോ പോസ്റ്റിലും ശമ്പളം എത്രത്തോളം കൂടി? നമുക്ക് നേരെ ആ നമ്പറുകളിലേക്ക് പോകാം. ഇതാണിതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അക്രഡിറ്റഡ് എഞ്ചിനീയർമാരുടെ കാര്യം നോക്കിയേ. ഏകദേശം 37,500 രൂപയുടെ ഒരു പ്രപ്പോസലായിരുന്നു വച്ചത്. പക്ഷെ കിട്ടിയതോ 46,230 രൂപ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ജമ്പ് തന്നെയാണ്. ഈയൊരു വർധനവ് മറ്റു പോസ്റ്റുകളിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അക്കൗണ്ടന്റുമാരുടെയും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെയും ശമ്പളം ഏകദേശം 24,000-ൽ നിന്ന് 32,550 ഉയർന്നു. ഓവർസിയർമാർക്കും ഇതേപോലെ നല്ലൊരു ഹൈക്കുണ്ട്. ഇനി സ്റ്റേറ്റ് EFMS കൺസൾട്ടന്റിന്റെ കാര്യമെടുത്താൽ ഫോൺ അലവൻസൊക്കെ കൂട്ടി ഏകദേശം 64,000 രൂപ വരെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും ശമ്പളം കാര്യമായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ നല്ല വാർത്തകൾ ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. ഈ പദ്ധതിയുടെ ശരിക്കുള്ള നട്ടെല്ല് എന്ന് പറയുന്നത് സാധാരണക്കാരായ തൊഴിലാളികളാണല്ലോ. അവർക്കും കിട്ടിയിട്ടുണ്ട് ചില കിടിലൻ ബെനിഫിറ്റ്സ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഉറപ്പുള്ള തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 കൂട്ടി. എന്നുവെച്ചാൽ അവരുടെ വാർഷിക വരുമാനം നേരിട്ട് കൂടും. ഇനി 15 ദിവസത്തിനകം ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ ഗവൺമെന്റ് അവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. പോരാത്തതിന് അഴിമതി തടയാനും പുതിയ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോ ഇത്രയും നല്ല വാർത്തകളൊക്കെ കേട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ മറുവശം വരുന്നത്. അതായത് ഈ പദ്ധതിയുടെ അടിസ്ഥാന ഘടനയിൽ തന്നെ ചില വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ്: ഫണ്ടിംഗ് രീതി. അത് 60-40 എന്ന റേഷ്യോയിലേക്ക് മാറിയിരിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ മൊത്തം ചിലവിന്റെ 60% കേന്ദ്രം തരും, ബാക്കി 40% സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടെത്തണം. ഇത് സംസ്ഥാന സർക്കാരിനൊരു വലിയ സാമ്പത്തിക ഭാരം തന്നെയാണ്. ഇതാണ് മറ്റൊരു വലിയ മാറ്റം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? താഴെത്തട്ടിൽ നിന്ന്, അതായത് ഓരോ ഗ്രാമപഞ്ചായത്തും അവിടുത്തെ ആളുകളുടെ ആവശ്യം നോക്കി പ്രോജക്റ്റുകൾ തയ്യാറാക്കി മുകളിലേക്ക് അയക്കും. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി മുകളിൽ നിന്ന് ഒരു തുക അലോക്കേറ്റ് ചെയ്യും. ആ തുകയ്ക്കും അവരുടെ സ്കീമുകൾക്കും അനുസരിച്ച് മാത്രമേ താഴെ പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ പറ്റൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സ്വന്തം നാട്ടിൽ എന്ത് പണി വേണം എന്ന് തീരുമാനിക്കാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം കുറയുന്നു. എല്ലാം തീരുമാനിക്കുന്നത് മുകളിൽ നിന്നാവും. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ വരുന്നു. ഇത് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ പവറിനെ ബാധിക്കുമോ എന്നൊരു പേടിയും പലർക്കുമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് രണ്ടു വശങ്ങളുള്ളൊരു കാര്യമാണല്ലേ. ഒരു സൈഡിൽ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ശമ്പളവും ആനുകൂല്യങ്ങളുമൊക്കെ കൂടുന്നു. മറുവശത്ത് ഈ പദ്ധതിയുടെ അടിത്തറ തന്നെ മാറുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. തൊഴിലുറപ്പ് പദ്ധതി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോവുകയാണ്. ആളുകൾക്ക് നേരിട്ട് പെട്ടെന്ന് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, സംശയമില്ല. പക്ഷേ അതേസമയം ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ അതിന്റെ ഘടനയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ കൂടിയ ശമ്പളവും കൂടുതൽ തൊഴിൽ ദിനങ്ങളുമൊക്കെ തരുന്ന ഒരു സന്തോഷം ഈ അധികാരമാറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്ന വെല്ലുവിളികളെ മറികടക്കാൻ നമ്മളെ സഹായിക്കുമോ? ഇതിന്റെ ശരിക്കുള്ള ഉത്തരം എന്താണെന്നറിയാൻ നമ്മൾ കുറച്ചുകാലം കൂടി കാത്തിരിക്കേണ്ടി വരും.